ഇതൊരു ലാൻഡ്മാർക്ക് കേസാണ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടില്ല, പ്രോസിക്യൂട്ടർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ എന്ന് പറഞ്ഞാൽ കോർപ്പസ് ഡെലിക്റ്റ്, അതായത് ബോഡി ഓഫ് ക്രൈം ഇല്ല. ബോഡി ഓഫ് ക്രൈം എന്ന് പറഞ്ഞാൽ കോപ്സ് ഇല്ല എന്നല്ല, ഏത് കാര്യമാണെങ്കിലും നടന്ന സംഭവമില്ല. ഇതിപ്പോൾ 302 ചാർജ് കൊടുത്ത് 304 പാർട്ട് 2ലേക്കാണ് കൺവിക്ഷൻ വന്നിരിക്കുന്നതെങ്കിലും അതിൽ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് ഈ രീതിയിലുള്ള ധാരണാന്ത്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് വൺ ഓഫ് ദ റയറസ്റ്റ് സിറ്റുവേഷൻസ് അക്രോസ് കേരളത്തിൻ്റെ ചരിത്രം എടുത്താലും ഇന്ത്യയുടെ ചരിത്രം തന്നെ എടുത്താലും വളരെ റയറായിട്ടാണ് ഇങ്ങനെയുള്ളൊരു കൺവിക്ഷൻ വരുന്നത്. ഇതിൽ അഫ്കോഴ്സ് ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ടേക്ക് ഇവിടേക്ക് വന്ന് ഒരുപാട് ആംബിഗ്വിറ്റീസ് ഉള്ള മുൻ ചരിത്രങ്ങളില്ലാത്ത തരത്തിലുള്ള കേസായിരുന്നു. അതിൽ മുൻ SP ശ്രീ സുജിത് ദാസ് IPSൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഹി ഹാസ് ഡൺ ആൻ ഔട്ട്സ്റ്റാൻഡിങ് ജോബ് ഇൻ ദിസ്. ഇതിലെ ഓരോ പ്രതിബന്ധങ്ങൾ 88ാം ദിവസം ചാർജ് കൊടുത്ത കേസും കൂടിയാണ്. ഇതിൽ കസ്റ്റഡിയിലാണ് ഈ ട്രയൽ മൊത്തം നടന്നിരിക്കുന്നത്. എൻ്റെ ഇൻസ്പെക്ടറായിട്ട് മലപ്പുറം ഇൻസ്പെക്ടറായിട്ടുള്ള വിഷ്ണു ഹി ഹാസ് ഡൺ ആൻ ഔട്ട്സ്റ്റാൻഡിങ് ജോബ് ഇൻ ദിസ്. സജു ആണ് അന്നത്തെ DYSP ആൻഡ് ഹി സ്റ്റിൽ DYSP ഹിയർ. ഇവരെടുത്തിരിക്കുന്ന എഫേർട്സ് ആർ ഇൻകമ്പാരബിൾ. എവിഡൻസസിൻ്റെ കാര്യം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. മൈറ്റോകോൺഡ്രിയൽ DNA ഒന്ന് ഇറ്റ്സ് എ ഹാർഡ് തിങ് ടു ഗെറ്റ് ത്രൂ ഇറ്റ്. അത് നടത്തിച്ചിട്ടുണ്ട്. ഇതൊരു സമ്മേളനമാണ്. ഇത് കൺവെൻഷണൽ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് അലോങ് വിത്ത് മോഡേൺ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ്. കാരണം ഇതിനകത്ത് വി ഹാവ് ഒരാൾ അപ്രൂവറായിട്ട് ടേൺ ഔട്ടായി വരുന്നു, നല്ല രീതിയിലുള്ള ഇൻട്രഗേഷൻസ് നടക്കുന്നു. സോ ലുക്കിംഗ് ഇറ്റ് ലൈക്ക് ദിസ്, ഇതിൽ ഒരുപാട് പേരോട് നന്ദിയുണ്ട്. ജില്ലാ പോലീസിന് പ്രത്യേകിച്ച്. ഐ റെപ്രസെൻറ്റ് കേരള പോലീസ് ഇൻ ദിസ്. ഇതിൽ SP സുജിത് ദാസ് സാർ, എൻറ്റയർ ടീം, ഓഫ് കോഴ്സ് അന്നത്തെ DIG ആയിരുന്നുള്ള പുട്ട വിമലായത്ത് സാർ, സ്റ്റേറ്റ് പോലീസ് ചീഫ്, CM ഓഫീസ്, ഒരുപാട് പേരുടെ ഇൻ്റർവെൻഷൻസ് ഇതിനകത്തുണ്ട്. ദിസ് ഈസ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ഫോർ എസ്. ആൻഡ് ഈ ജഡ്ജ്മെൻറ്റ് ഒരു പാഠമായിട്ട് സൂക്ഷിക്കേണ്ടി വരുന്ന ഒരു കാര്യമായിരിക്കും എന്ന് കരുതുന്നു. വി നീഡ് ടു ഗോ ത്രൂ ഇറ്റ് റിഗാർഡിംഗ് വെദർ ടു ഗോ ഫോർ ഫർദർ തിങ്സ് ഓർ നോട്ട്. താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ വളരെ വെല്ലുവിളി നേരിട്ട ഒരു കേസായിരുന്നു. കാരണം സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർപ്പസ് ഡെലിക്റ്റ് ഇല്ല. പിന്നീട് അതെല്ലാം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും സെക്കൻഡറി എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലും സയൻറ്റിഫിക് എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലും പ്രതികളെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു. പ്രോസിക്യൂഷൻ വിങ്ങും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും. പ്രത്യേകിച്ച് ഇതിൻ്റെ ട്രയൽ സമയത്ത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായ നമ്മുടെ വിശ്വാസ് സാറിൻ്റെ സഹകരണം എടുത്തു പറയേണ്ടതാണ്. എല്ലാത്തിലും അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഇത്. താങ്ക് യു. ഒരു കേരള പോലീസിൻ്റെ വിജയമാണ്. ഇതിലൊരു ടീം വർക്ക്, ശരിക്കും നല്ലൊരു ടീം വർക്ക്, പ്രോസിക്യൂഷനും പോലീസും ഒരുമിച്ച് നിന്ന് ഉള്ളൊരു വിജയമായിട്ടാണ് മനസ്സിലായത്. വളരെയധികം സന്തോഷമുണ്ട് അതിൽ. വേറെ നല്ല മൈറ്റോകോൺഡ്രിയ DNA കേരളത്തിൽ ലോക്കൽ പോലീസ് അന്വേഷണ കേസിൽ ആദ്യത്തെ ഒരു ടെസ്റ്റാണ്. ഏകദേശം 5.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തിയത്. ഗവൺമെൻറ് സപ്പോർട്ട് വന്നു. അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ, അത് ഇത്ര നല്ല ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ, കൃഷ്ണമുരി സാർ പോലെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നതും വളരെയധികം ഈ കേസിനെ അനുകൂലമാക്കാൻ വേണ്ടി വളരെയധികം ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് അതിൽ. അതുപോലെ സുജിത് സാറായാലും എൻ്റെ ടീം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ പ്രതിസന്ധികൾ, കാരണം തെളിവുകൾ കുറേ ഷോർട്ടേജ് ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തു. അതുപോലെ തന്നെ ഇവരെ ബന്ധുക്കളായാലും നല്ലൊരു സഹകരണം നമുക്ക് കേസിനായിട്ട്. അത്രയും പാവപ്പെട്ട കുടുംബങ്ങളായിട്ടും അവരൊന്നും അറിയാത്തൊരു കേസ്. ശരിക്കും പുറംലോകം അറിയുന്നതന്നെ ഈ തിരുവനന്തപുരത്ത് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് പുറംലോകം അറിയുന്നത്. അതിനുശേഷം നമ്മുടെ നല്ല ടീം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ റിസൾട്ടാണ്. എല്ലാവരോടും നന്ദിയുണ്ട്, സന്തോഷം.